ഒഴിവുകാല ശരത്കാല സമയം ചെലവാക്കുവാൻ ഒരിക്കലൊരു സഞ്ചാരി സ്വിറ്റ്സർലൻഡിൽ ഒരു റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു. തൻ്റെ ഓപ്പോസിറ്റിലുള്ള മനോഹരമായ വലിയ ബംഗ്ലാവും അതിൻ്റെ ഉദ്യാനവും നല്ല ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടിട്ട് അങ്ങേർക്ക് വളരെ കൗതുകം തോന്നി. എന്നും അതിരാവിലെ മുതൽ ഒരു ഗാർഡനർ അവിടെ ചെടികളൊക്കെ പരിചരിക്കുകയും വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു ദിവസം ഈ ചെടി നനയ്ക്കുന്ന ആളിൻ്റെ അടുത്ത് ഈ നമ്മുടെ സഞ്ചാരി ചെന്ന് ചോദിച്ചു, ഇതാരുടെ വീടാണ്? അന്നേരം പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥൻ വളരെ ദൂരെ അകലെ താമസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ എത്ര വർഷമായി ഈ ഇവിടെ പരിചാരകനായി വന്നിട്ട്? 25 വർഷത്തിൽ കൂടുതലായി. ഈ 25 വർഷത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം നിങ്ങളുടെ യജമാനോട് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ 3 or 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അവസാനമായി വന്നതെന്നാ അത് 12 വർഷത്തിന് മുമ്പാണ്. ആരെങ്കിലും കൂടെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് അയക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ആരുമില്ല, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ആകാംക്ഷ തോന്നിയിട്ട് പറഞ്ഞു, അപ്പോൾ നിങ്ങളുടെ യജമാനൻ നാളെ വരുന്നത് പോലെയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, സാർ അല്ലല്ല, നാളെയല്ല, ഇന്ന് തന്നെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് ഒരുക്കമെന്ന് പറയുന്നത്. നാളെയല്ല, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. ഈ വലിയ വിഷയം എനിക്ക് നൽകിയിരിക്കുന്നത് 2 വിഷയങ്ങളായിരുന്നു. ഉറക്കച്ചവടാണെങ്കിൽ ഇസ്രയേലും മടങ്ങി വരവിനെ കുറിച്ച് പറയണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടിരിക്കുന്നു. മടങ്ങി വരവും അതിൻ്റെ പ്രാധാന്യതയും അതിൻ്റെ പ്രസക്തി, ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനാധാരമായി ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മളാരും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് വന്ന് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്താണ്, എന്തൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ആകാംക്ഷാഭരിതരാണ്. നമ്മളാരും പ്രോഗ്രാം കമ്മിറ്റിയിലുള്ളവരല്ല, നമ്മളൊക്കെ വെൽക്കം കമ്മിറ്റിയിലുള്ളവർ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ ശ്രദ്ധയോടും കൂടെ ഈ തിരുവെഴുത്തുകൾ എല്ലാം വെർബൽ പ്ലീനറി ഇൻസ്പിറേഷനിൽ വിശ്വസിക്കുന്നവരാണ് പെന്തിക്കോസ്തുകാരായ നമ്മൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണെന്നും കുത്തും കോമ വരെ ദൈവത്തിൻ്റെ നിയോഗത്താലാണെന്നും അങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആകയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ടാണ് സ്വർഗത്തെപ്പറ്റി നമ്മൾ ഇത്ര ആകാംക്ഷാഭരിതരാകുന്നത്, ഇത്ര ഇൻട്രസ്റ്റഡ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. നാം അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ കർത്താവ് അവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് മുമ്പായി വാങ്ങിപ്പോയ വിശുദ്ധന്മാർ നമ്മെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ പ്രതിഫലം അവിടെയാണ്. അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന പോലെ ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം അവിടെയാണ്. ആ പ്രതിഫലം ഏറ്റുവാങ്ങാൻ നാം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, നമ്മുടെ പൗരത്വം, അങ്ങനെ വരവിനെ കാത്തിരിക്കുന്ന സ്വർഗീയ പൗരന്മാരുടെ 5 വിശേഷണങ്ങൾ പറഞ്ഞ് അതിൻ്റെ അവസാനത്തേത് സമയമുണ്ടെങ്കിൽ ഇച്ചിരി ദീർഘമായി പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് ഞാൻ കരുതുന്നു. 1, വരവിനായി നാം ഒരുങ്ങിയിരിക്കുന്ന, ഏതുകൊണ്ടും ഈ ഫിലിപ്പിയ സഭയ്ക്ക്
ഈ ലേഖനം എഴുതുമ്പോൾ അവർക്ക് നന്നായി അറിയുന്നതാണ് പൗരത്വത്തെക്കുറിച്ച്. റോമിൽ നിന്നും 500 മൈൽ അകലെയുള്ള ഫിലിപ്പിയ പട്ടണം, അവിടുത്തെ സഭ, ആ ഫിലിപ്പിയ പട്ടണത്തിലുള്ള സഭ, അവിടുത്തെ മെമ്പേഴ്സിൻ്റെ പൗരത്വം, അവർ ഫിലിപ്പിയയിൽ താമസിക്കുന്നെങ്കിലും അവരുടെ പൗരത്വം റോമിൻ്റെ പൗരത്വമാണ്. അതിൽ വളരെയധികം ഉലകം അല്ലെങ്കിൽ അഹങ്കരിക്കുന്നവരാണത്. അതിൻ്റെ എല്ലാ പ്രസ്റ്റീജും അവർ കീപ്പപ്പ് ചെയ്യുന്നവരാണ്. അതിൻ്റെ പ്രയോറിറ്റീസ് അവർക്കറിയാം, അതിൻ്റെ പ്രിവിലേജസ് അവർക്കറിയാം. ഒരു റോമൻ പൗരൻ എന്നുള്ളതിൻ്റെ അന്നത്തെ കാലത്തെ പ്രിവിലേജസ് അവർക്കറിയാം. നാടുവാഴിയുടെ മുൻപിൽ അടിയൊക്കെ ഏറ്റിട്ട് പറയുമ്പോൾ റോമ പൗരന്മാരായ ഞങ്ങളെ ഇങ്ങനെ വിചാരണ കൂടാതെ എന്ന് പറയുമ്പോൾ നാടുവാഴി ഭയപ്പെട്ടു. ഈ ഉപദേശിമാർ റോമൻ പൗരന്മാരോ? റോമൻ പൗരത്വം ഉണ്ടോ ഈ ഉപദേശിക്ക്? ഈ കവലയിലൊക്കെ പ്രസംഗിക്കുന്നേ. അപ്പോൾ നാടുവാഴി പറയുന്നത്, ഞാൻ ഏറിയ ധനം കൊടുത്ത് വാങ്ങിച്ചതാണിത്. അപ്പോൾ അപ്പോസ്തലൻ പറയുക, പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ പുതുപ്പണക്കാരനൊന്നും അല്ല, ഞങ്ങൾ കുടുംബപരമായിട്ട് റോമൻ പൗരത്വം ഉള്ളവരാ. അപ്പോൾ റോമൻ പൗരന്മാരുടെ വില നമുക്കറിയാം. അപ്പോൾ ഒന്ന്, സ്വർഗത്തിൽ ആ പൗരത്വം ലഭിച്ച ആ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു, ഒന്നാമത്തെ പ്രിവിലേജാണ്. അടുത്തത്, നമ്മുടെ ലാംഗ്വേജ് ദൈവരാജ്യത്തിൻ്റെ ലാംഗ്വേജ് ആയിരിക്കും. അടുത്തത്, ഈ നാട്ടിലെ നിയമം നമുക്ക് ബാധകമാണെങ്കിലും നമ്മൾ ഹെവൻലി ലോയ്ക്ക് അടിമപ്പെട്ടവരാണ്. നമ്മുടെ ലോയൽറ്റി, നാലാമത്തെ കാര്യം, നമ്മുടെ കൂറ്, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ലോയൽറ്റി അത് ദൈവത്തോടാണ്. അവസാനത്തെ, we are eagerly waiting the second coming of Jesus Christ. കർത്താവിൻ്റെ മടങ്ങി വരവിനായി ആകാംക്ഷയോടെ, അത് അറിവല്ല, ഒരാകാംക്ഷയാണ്. ആ കാത്തിരിപ്പ് വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന, വിവാഹം കഴിഞ്ഞ് ഇതൊരു നടന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാളിൻ്റെ കാര്യം. വിവാഹം കഴിഞ്ഞിട്ട് ആ ഭർത്താവ് പോയി മധ്യപ്രദേശിൽ, അവിടെ വെച്ച് ചമ്പൽ കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. 8 വർഷത്തോളം കഴിഞ്ഞ് ഒരു വിവരവും ഇല്ല. ഒരിക്കലൊരു ടെലിഗ്രാം വന്നു, റെയിൽവേ സ്റ്റേഷൻ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ഒരു കുഞ്ഞുണ്ട്, ഭാര്യ, അവര് അതിരാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവൾക്ക് ദിക്കറിയത്തില്ല, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ട്രെയിൻ വരുന്നുണ്ട്. ആ വശത്തു നിന്നാണോ വലത്തു വശത്തു നിന്നാണോ ഒക്കെ ഒന്നും അറിയില്ല. അവളോട് ചോദിക്കുക, ഏത് ട്രെയിനാ? അറിയില്ല, മധ്യപ്രദേശിൽ നിന്നുള്ള ട്രെയിനാ. ഏത് സമയത്താ വരുന്നത്? അറിയില്ല. എത്ര സമയം ലേറ്റാണ് ഈ ട്രെയിൻ? അറിയില്ല. എന്നാൽ അത് അറിയുന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ. ഇതുവഴി പോകുന്ന എല്ലാ ട്രെയിനും എപ്പോഴാണ് വരുന്നത്, മദ്രാസിൽ നിന്നുള്ളത് എപ്പോഴാ, ഇതെല്ലാം അറിയാം. എത്ര മണിക്കൂർ ലേറ്റാണ്, എത്ര കഴിഞ്ഞു വരും, ഇതൊക്കെ അറിയാം. പക്ഷേ അതൊരറിവാ. പക്ഷെങ്കിൽ വേറൊരാൾ വെയിറ്റ് ചെയ്തിരിക്കുക ഈഗർലി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിട്ടിട്ട് പോയ, തനിക്ക് കാണാൻ കൊതിച്ച ഭർത്താവ് വരുന്നു. അവൾക്കിതൊന്നും അറിയത്തില്ല, അവൾക്കൊന്നു മാത്രം അറിയാം, എൻ്റെ ഭർത്താവ് വരുന്നു. അതൊരാകാംക്ഷയാണ്, അതൊരറിവല്ല. ഇതുപോലാണ് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആ ഉറപ്പുള്ള അതോ നമ്മൾ ചുമ്മാ പറയുവാണോ? ഇടവകയിലെ കൺവെൻഷന് ഒരു ഉപദേശി വന്ന് നോഹയുടെ പെട്ടകത്തെ കുറിച്ച് പ്രസംഗിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ആകാംക്ഷ ആ പ്രസംഗം കേൾക്കാൻ. ഒരു 3-4 പോയി. 3-4 പോയണേ അവിടെ എല്ലാം ഈ നോഹയുടെ പെട്ടകമാണ് പ്രസംഗിക്കുന്നത്. അവൻ വളരെ ക്രൈസായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ
പേപ്പറിലൊരു വാർത്ത, ഒരു കട്ടിങ്, നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടം അറാറാത്ത് പർവ്വതത്തിൽ കണ്ടെന്ന്. ഇവൻ ഈ പേപ്പറും എടുത്തോണ്ട് ഓടി ഉപദേശിയുടെ താമസിക്കുന്നിടത്ത് ചെന്ന് അണച്ചോണ്ട് പറഞ്ഞു, ഉപദേശി കണ്ടുപിടിച്ചു. ഉപദേശിയോട് പറയുക, നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടം കണ്ടുപിടിച്ചു. നിസ്സംഗനായി ഒന്നും അറിയാത്തവനെ പോലെ ഉപദേശി ഇരിക്കുന്നത് കണ്ടപ്പോ ഈ പയ്യന് ഭയങ്കര എന്തോ ഉപദേശി ഒന്നും മിണ്ടാത്തെ, പ്രതികരിക്കാത്തെ. അപ്പൊ ഉപദേശി പറയാം, അപ്പൊ ഇതൊക്കെ സത്യമായിരുന്നല്ലയോ? ജീവപുസ്തകത്തിൽ പേരുണ്ടോ എന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. നമ്മുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിലുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുന്നേ ഫിലിപ്പേ സഭയിലുള്ളവർക്കാ. അവരിവിടെ ഫിലിപ്പയിൽ താമസിക്കുന്നെങ്കിലും അവരുടെ പൗരത്വം, അതിന്റെ പ്രിവിലേജസ്, നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ അന്യരും പരദേശികളും എന്നാ പറയുന്നേ. ജിംറീസിന്റെ ഒക്കെ ഭാഷ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏർലി ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ, ടു ലീവ് ദിസ് വേൾഡ് ഈസ് ആസ് സ്ട്രേഞ്ചേഴ്സ്, ഫോറിനേഴ്സ്. അതിന്റെ വില നമുക്കറിയാവുന്നവരാണ്. പരദേശി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് PR ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ സെർച്ചിങ് ഉള്ള ഒരു കാര്യം PR എന്നാ, പബ്ലിക് റിലേഷൻ എന്നല്ല, പെർമനന്റ് റെസിഡൻസ്. ഗൾഫിലൊക്കെ ഉള്ളവരോട് ചോദിച്ചാൽ പറയുമോ, വേണ്ട പോവുക, അവിടെ ആകുമ്പം എല്ലാം ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ട്രീറ്റ്മെന്റ്, എല്ലാം വീട് എല്ലാം സ്വന്തമാക്കാം. ഹല്ലേലൂയ. PR തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട്, പരദേശികളായിട്ട് ഇവിടെ താമസിക്കുന്നെങ്കിലും. ഹല്ലേലൂയ. കൂടാരത്തിന്റെ കണ്ടിട്ടുണ്ടോ, മരുഭൂമിയിലെ സമാഗമന കൂടാരം, മേഘം പൊങ്ങി കാണുന്ന ഒരവസരത്തിൽ 3 ദിവസം ആയല്ലോ വന്നിട്ട്, എല്ലാം തമ്പടിച്ച് അവിടെ കൂടാരം ഉറപ്പിച്ച് നിൽക്കുമ്പോൾ കാണാം കൂടാരം, അതാ മേഘം പൊങ്ങി കാണുന്നല്ലോ. ഉടനെ തോളിൽ ഇതെല്ലാം ചുരുട്ടി എടുത്തോണ്ട് പോകുക. ഇവിടുത്തെ ടെന്റ് അടിച്ചെങ്കിലും കൂടാരം അടിച്ചെങ്കിലും മേഘം പൊങ്ങുമ്പോൾ ഇവിടുത്തെ യാതൊരു കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കാതെ ഇതെല്ലാം ഊരിയെടുത്ത് തോളിൽ വെച്ച് കൊണ്ടുപോകുന്നത് പോലെ നാം ഇവിടെ താമസിക്കുന്നെങ്കിലും ദിസ് വേൾഡ്, ജിംറീസിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, this world is not my home. I am just passing through. My treasures are laid up somewhere beyond the blue, and I can't feel at home in this world anymore. This is not my home. ഇതല്ല നമ്മുടെ വീട്. ഇവിടുത്തെ യാതൊന്നും, ഇവിടുത്തെ പ്രിവിലേജസ്, ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഏറ്റവും വലിയ ആകാംക്ഷ കർത്താവ് അവരുടെ കാലത്ത് തന്നെ വരുന്നെന്നായിരുന്നു. 3-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പദവികള്, പൗരോഹിത്യം, സഭയ്ക്ക് കെട്ടിടമായി, സഭയ്ക്ക് പള്ളികളായി. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ആ വലിയ ആകാംക്ഷ നഷ്ടപ്പെട്ടു. വീണ്ടും 15-ാം നൂറ്റാണ്ടിൽ നവീകരണ പ്രസ്ഥാനം വന്നപ്പോൾ അവിടെവിടങ്ങളായി കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ അതും കെട്ടടങ്ങി, പദവികളും അധികാരങ്ങളും. അങ്ങനെ നിന്നപ്പോഴാണ് പ്രൊട്ടസ്റ്റന്റ് നവീകരണക്കാരിവിടെ വന്നത്. ആദ്യമൊക്കെ സമുദായത്തിന്റെ 4 ചുവരുകളെ ഇടിച്ച് കുത്തി ഒഴുകി തീരങ്ങളെ ഇടിച്ച് പെന്തക്കോസ്തിന്റെ ശക്തി ദേശങ്ങളിൽ അന്ന് പ്രസംഗിച്ച 2 വിഷയമാകുന്നു ആത്മശക്തിയും കർത്താവിന്റെ മടങ്ങി വരവും. ഹല്ലേലൂയ. എന്നാൽ പിന്നെ പ്രസംഗത്തിന്റെ സ്റ്റൈല് മാറി, വിടുതലായി, ഇപ്പോഴായി, രോഗശാന്തിയായി, എല്ലാമായി. പിന്നെ സെഫന്യാവ് പറയുന്നവനൊക്കെ മട്ടിന്മേൽ ഉറച്ച് കിടക്കുക. അതൊരു സിസ്റ്റ, മട്ടിന്മേൽ ഉറച്ചു കിടക്കുന്നത്. പിന്നെയും സഹസ്രാബ്ദം 2000 വന്നപ്പോൾ അന്നത്തെ പ്രസംഗം എന്തായിരുന്നു അറിയാമോ? ഈ 2000 തികയത്തില്ല.
അപ്പോഴത്തേനും എല്ലാവർക്കും ഒരു ചൂട് കയറി, പോണമല്ലോ. സഹസ്രാബ്ദത്തിൻ്റെ ആ ആദ്യ കുറേ ദിവസങ്ങളിലൊക്കെ അത് നിന്നു. പിന്നും വീണ്ടും ആലസ്യത്തിലേക്ക് പോയി. സഹസ്രാബ്ദം കഴിഞ്ഞ് 2 വ്യാഴവട്ടക്കാലം കഴിഞ്ഞ് നിൽക്കുന്ന ഇന്ന് ആർക്ക് പോണം? ആര് പോന്നു? ആർക്കിതിനൊക്കെ താല്പര്യം? എന്നോട് ഈ ഒരാളെ ആൾ പറയാ, നമ്മൾ പോവല്ലോ, നമ്മളെ കൊണ്ടുപോവാണല്ലോ എന്ന് കർത്താവ്. അത് ശരിയല്ലയോ? നമ്മൾ പോവല്ലോ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു പോയാൽ നേരെ അങ്ങ് പോകും. ആ ഉറപ്പ് നമുക്ക് ജീവപുസ്തകത്തിൽ പേരുണ്ടെന്നുള്ള ഉറപ്പ്. ബാബേൽ പ്രവാസം 70 സംവത്സരം നിന്നപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞു, ഇത് തീരും, 70 സംവത്സരം കൊണ്ട് തീരും. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ, എസ്രായുടെ നേതൃത്വത്തിൽ, നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ഒരു 100 വർഷക്കാലത്തിനിടയ്ക്ക് പോയി. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ബാബേലിലെ സുഖ സൗകര്യങ്ങളിൽ ആകൃഷ്ടരായി അവിടുത്തെ ഉന്നത പദവികളിലും അവിടുത്തെ വലിയ പ്രിവിലേജസിലും കണ്ണും നട്ടിരുന്ന കുറെ ആൾക്കാർ അവരിന്നും മടങ്ങി വന്നിട്ടില്ല. ഇന്നും അവർ മടങ്ങി വന്നിട്ടില്ല. അവിടുത്തെ സുഖശീതള ഛായയിൽ മയങ്ങിപ്പോയി. ആകയാൽ നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലം, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ഈ കാലത്തെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് അപ്പോസ്തലന്റെ 2ാമത്തെ പ്രസംഗം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, എന്ന് കർത്താവ് വരുമെന്ന്, സൂക്ഷിച്ചു വായിച്ചാലേ അറിയത്തുള്ളൂ, എന്ന് കർത്താവ് വരുമെന്ന് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നു. എന്ന് വരുമെന്ന്. ഈ പത്രോസും യോഹന്നാനും അവര് ഒരു മുടന്തനെ സൗഖ്യമാക്കുന്ന കാര്യമാണ് ആ 3-ാം അധ്യായത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ നടക്കാം. അവൻ്റെ നരിയാണി ക്ഷണത്തിൽ ഉറച്ചെന്നു. ഒരെക്സസൈസും വേണ്ടി വന്നില്ല. നമ്മൾ പറയാം ഒരു 2 മാസം എക്സസൈസ് ചെയ്യണമെന്ന് സൗഖ്യമാക്കിയിട്ട്, അതൊന്നും വേണ്ടി വന്നില്ല. എന്നിട്ട് ഇസ്രായേൽ പുരുഷന്മാരെ എന്നാ വിളിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ. പറയുന്നത് ഇസ്രായേലുകാരോടാ. ഓഡിയൻസ്, റെസിപ്പിയന്റ് ഇസ്രായേലുകാരാ. എന്നിട്ട് അതിന്റെ 17-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ സൗഖ്യവും മാനസാന്തര പ്രസംഗവും കൂടെ ഒന്നിച്ച് നടത്തിയത്. ഇതൊരു മാനുവലാ. അടുത്തത്, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടു അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ച് നിവർത്തിച്ചു. 300-ലധികം പഴയ നിയമ പ്രവാചകന്മാർ നേരത്തെ മുന്നറിയിച്ചത് തന്നെ. തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചോ, തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടോ, ഉയർത്തെഴുന്നേറ്റോ, ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്നു. ഇതെല്ലാം ഹാനോക്ക് മുതൽ. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ദൈവമോ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനും മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ഇതായിരുന്നു മാനസാന്തര പ്രസംഗം. എന്നിട്ട്, എന്നാൽ കർത്താവിൻ്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ ആദ്യത്തെ വരവിനെ കുറിച്ചും 2ാമത്തെ വരവിനെ കുറിച്ചും പറഞ്ഞിട്ട് അതെന്ന് നടക്കുമെന്ന് അടുത്ത വാക്യം. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, സ്വർഗ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേൽ ഒരു രാജ്യമാകാതെ, ഇസ്രായേൽ ഈ 1948 മെയ് 14-ാം തീയതി ആണല്ലോ
ഇസ്രായേൽ രാഷ്ട്രം പിറക്കുന്നത്. അതിന് മുൻപുള്ള ഈ 1924 ഒക്കെ നമ്മുടെ പെന്തിക്കോസ്തിൻ്റെ കാലങ്ങളിൽ അന്ന് പ്രസംഗിച്ചൊന്നേ റീപ്ലേസ്മെന്റ് തിയോളജിയാന്നാ പറഞ്ഞിരുന്നത്. അതെന്തോന്നറിയാമോ? ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആത്മീയ ഇസ്രായേലായ സഭയ്ക്ക് വേണ്ടിയാണെന്ന്. കാരണം അന്ന് ഇസ്രായേൽ ഇല്ലല്ലോ, ഇസ്രായേലില്ല. ആ കുഴികളിൽ നിന്നും ബന്ധം വിട്ട അസ്ഥികളെ കൂട്ടി യോജിപ്പിക്കുമെന്നും ഒക്കെ പറയുമ്പോൾ അവരുടെ തലയിലോട്ട് കയറത്തില്ല. എന്നാൽ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് യഥാസ്ഥാനത്താകുന്ന ഒരു കാലമുണ്ട്. അതുവരെ സ്വർഗം തൻ്റെ പുത്രനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്രനെ അയക്കുമെന്ന്. ഒന്നുകൂടെ പറയാം, അത് നമ്മുടെ കാലത്ത് തന്നെയോ? സംശയമുണ്ടോ? 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 യഥാസ്ഥാനത്താകുന്നു. യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 27, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പൊ ഒരു കാലം, തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുക, ഇനി കാലങ്ങളെയും 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയഴിയാവതല്ല. ആർക്ക്? കള്ളനെ പോലെ വരുന്നത് ആർക്കാ? അടുത്ത വാക്യം, ഉത്തരം, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. അപ്പോൾ നമുക്കല്ല കള്ളനെ പോലെ കർത്താവ് വരുന്നത്. പിന്നെ ആർക്കാ? ഇരുട്ടിൽ. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളോ? അപ്പോൾ ഒരു കാലം ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും. മനസ്സിലായോ? പണിത നശിപ്പിച്ച് കളയാൻ, അവരെ പറിച്ചു കളയാൻ AD 70 കർത്താവ് അതിന് 40 വർഷം മുമ്പ് പറഞ്ഞു. AD 70 40 വർഷം മുമ്പ് പറഞ്ഞു, ഇത് ശൂന്യമാക്കും, ഇവിടെ നശിക്കും. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഒക്കെ വരട്ടെ. ചോദിച്ചു വാങ്ങിച്ചു 13 ലക്ഷം കൊച്ചുങ്ങളെ, 60 ലക്ഷത്തിലധികത്തിൽ 13 ലക്ഷം കുഞ്ഞുങ്ങളെ ഗ്യാസ് ചേംബറിലിട്ട് അതുപോലെ AD 70 ടൈറ്റസ് 32 മുതൽ 35 വരെ ഹൈഡ്രിയൻ മുഴുവൻ യഹൂദന്മാരെയും പലസ്തീനിൽ നിന്നും കൊന്നു, അല്ലെങ്കിൽ ഓടിക്കാൻ കിട്ടിയില്ല. വളരെ കുറച്ച് 5000-ൽ താഴെ പ്രായമുള്ളവരും അമ്മച്ചിമാരും മീൻ ചുട്ടും മഴ നിന്നു. ആവർത്തന പുസ്തകത്തിലുണ്ട് 2 കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനൊക്കെ എടുത്തു വായിക്കുകയും ഇതൊക്കെ ദീർഘനേരം പറയേണ്ട കാര്യമാണ്. 2 കാലം. ഒന്ന്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ, നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ ഒരു രാഷ്ട്രമാകുന്നതിന് മുൻപ് തന്നെ മോശയിൽ കൂടെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ സിംഗുലർ ഒരു ജാതിയെ സേവിക്കും. അത് കഴിഞ്ഞിട്ട്
പിന്നീട് 64 വാക്യം 28-ന്റെ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. 28-ാം അധ്യായമൊക്കെ 28-ന്റെ 64 നിങ്ങള് ജാതികളുടെ ഇടയിൽ ചിതറിപ്പോകും. ഒരറ്റം മുതൽ അറ്റം വരെ നിങ്ങളെ ചിതറിക്കും. സിഡ്നി മുതൽ കൊച്ചി വരെ, പഞ്ചാബില്, ലോകത്തിന്റെ മുഴുവൻ ഇടത്തിലും യഹൂദൻ ചിതറിപ്പോയി. മഴ നിർക്കും. ഇവര് ദേശം ഒറ്റുനോക്കാൻ പോയ ഉടനെ 2 പേര് നമ്മൾ ചെമ്പിനകത്ത് വെള്ളം കൊണ്ടുപോകുന്നോണക്കാ മുന്തിരി കൊണ്ടുപോയത്. അത്ര ഫലപുഷ്ടമായ നാടായിരുന്നു. കർത്താവ് അവർക്ക് പ്രമാണം കൊടുക്കുമ്പോൾ പറയാ, നിങ്ങൾ മിസ്രൈമിലെ കാലുകൊണ്ട് വെള്ളം ചവിട്ടിയായിരുന്നല്ലോ കൃഷി ചെയ്തിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് തരാനുള്ള ദേശം മുന്തിരിക്ക് ഒരു കാരണവശാലും അതിനുള്ള വകുപ്പില്ലാത്ത മലയും താഴ്വരയും കുന്നിലും അല്ല മുന്തിരി വളരുന്നേ. പക്ഷെങ്കിൽ ഇവിടെ മുന്തിരി വളർത്തുന്നേ നിങ്ങളല്ല, ഞാനാ വളർത്തുന്നേ. ഇവിടെ തക്ക സമയത്ത് മഴയും എല്ലാം തന്ന് നിങ്ങൾക്ക് മുന്തിരിയും നിങ്ങളുടെ അനുഭവങ്ങളും വിളയിക്കും. കർത്താവായിരുന്നു ഗാർഡനറായിട്ട് നിന്നത്. മഴ നിന്നു. 2400 ഒരു വർഷം മഴ നിന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 2000-ത്തിലധികം വർഷം മഴ പെയ്തിരുന്നില്ല പലസ്തീനിൽ. യാതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ടർക്കികള്, മേദ്യര്, ഗ്രീക്കുകാര്, സിറിയക്കാര്, ഇതുപോലുള്ള ഒരുപാട് ഡൈനാസ്റ്റികൾ അവരെ ഭരിച്ചിരുന്നു. സ്വന്തമായ നാടില്ല, സ്വന്തമായ ഐഡന്റിറ്റി ഇല്ല. എവിടെയും പീഡനം, എവിടെയും നിന്ന കല്ലെറിയുക. അങ്ങനെയുള്ള ഒരു ജാതിയോട് പറയുക പ്രവാചകൻ എസെക്കിയേൽ 36-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ഈ വാക്യം വെച്ചാണ് അവരുടെ റബിമാര് പറഞ്ഞിരുന്നത്. കാരണം 948-ല് 23 മുസ്ലിം രാജ്യങ്ങളുടെ ഇടയ്ക്ക് ഇവർക്ക് സ്ഥലം കൊടുക്കുന്നു. അതും ദൈവത്തിന്റെ പ്ലാൻ. എങ്ങനെയാണെന്നറിയാമോ? 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് ചെറിയൊരു അതിരുവഴക്ക ഓസ്ട്രിയയും സെർബിയയും കൂടെ, അതിനെ ജർമ്മനി എല്ലാം കൂടെ ഏറ്റുപിടിച്ചു. അത് വലിയ യുദ്ധമായി വന്നു. അന്നാണ് ആലോചന തുടങ്ങിയത്. എന്ത്? ഇവർക്ക് രാജ്യം കൊടുക്കണം. ഇന്ന് ട്രംപ് ഗാസയിലുള്ളവരോട് പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് ആഫ്രിക്ക തരാം, നിങ്ങൾക്ക് അത് തരാം, ഇത് തരാം പുനരധിവാസത്തിന്. അന്ന് ഇസ്രായേൽക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് 17 സ്ഥലം വെച്ച് നീട്ടി. സിഡ്നിയിലെ ഒരു ആൾപ്പാർപ്പില്ലാത്ത ജനവാസം ഇല്ലാത്തടം തുടങ്ങി നയാഗ്ര, എത്യോപ്യയില് 17. പക്ഷെങ്കിൽ അവർ പറഞ്ഞു, ഈ വാക്യം വെച്ചാ പറഞ്ഞേ 36-ാം അധ്യായത്തിന്റെ എസെക്കിയേൽ 24, ഞാൻ നിങ്ങളെ ജാതികളുടെ, ജാതിയല്ല ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വദേശത്തേക്ക് വരുത്തും. ഏത് സ്വദേശം? ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞു. നീരോട്ടമുള്ള പ്രദേശമല്ലോ അവൻ തിരഞ്ഞെടുത്തു. നമ്മളാന്ന് എന്താ പറഞ്ഞേനെ? അബ്രഹാം പറഞ്ഞു, മോനെ, കനാന്യരും പെരിസ്യരും നമ്മുടെ ഇടയിൽ താമസിക്കുവോ? തേജോമനായ ദൈവത്തെ കണ്ടിറങ്ങിയ നമ്മുടെയൊക്കെ ഇടപാടുകളൊക്കെ കാണുന്നുണ്ടേ അവര് പറയും, അയ്യോടാ യവന്മാരാന്നോടാ പെന്തിക്കോസുകാര്. പെന്തിക്കോസുകാരന്റെ അയ്യത്തുനിന്ന് ഒരു വാഴക്കൈ അങ്ങേ ഒരിടത്തിലോട്ട് വീണെ പഞ്ചായത്തിൽ പരാതി കൊടുത്തത്. വാഴക്കൈ. നീ ഇടത്തോട്ടെങ്കിൽ ഞാന് അന്ന് നീരോട്ടമുള്ള പ്രദേശമാ. എന്തുവാ? പിള്ളേരുടെ പഠിത്തമൊക്കെ അതിനല്ലേ പോയേ. പിള്ളേരുടെ പഠിത്തമാ, നല്ല ഹൈലി എഡ്യൂക്കേഷൻ, നല്ല ഇംഗ്ലീഷേ പറയത്തുള്ളൂ, മലയാളം അറിയില്ല. അത് വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ സോദോം ഇസ് നോട്ട് എ പ്ലേസ്. Sodom absolutely place, but
ഇറ്റ്സ് എ സൊസൈറ്റി. ഏത് സൊസൈറ്റി? ലെസ്ബിയൻ സൊസൈറ്റി. അന്ന് രാത്രിയിൽ അബ്രഹാമിനോട് പറഞ്ഞു, മോനെ നീ തലപൊക്കി നോക്ക്. എലുക തിരിച്ച് സ്വർഗത്തിന്റെ പ്രത്യേക പരിഗണനയിൽ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രദേശം പക്ക ആധാരം എഴുതി കൊടുത്തു. ആ ദേശത്തിന്റെ കാര്യം ഇവിടെ പറയുന്നേ. ഞാൻ നിങ്ങളെ ജാതികളുടെ മേദ്യപാർസി അല്ല, ബാബേൽ പ്രവാസ അല്ലിത്. എവിടെല്ലാം ചിതറിപ്പോയോ, എവിടെല്ലാം നിന്ന് അനുഭവിച്ചോ. ഈ പ്രവചനം 48 മുമ്പ് ഒരിക്കലും അത് പുതിയ നിയമസഭയ്ക്കായിരുന്നെന്നാ വിചാരിച്ചിരുന്നേ. പക്ഷെങ്കിൽ അതാ പ്രവാചകന്മാർ മുഖാന്തരം സകലവും യഥാസ്ഥാനത്താകുന്ന കാലം അവന്റെ രാജ്യ യഥാസ്ഥാനത്തായി. അടുത്തത് കൃഷി. അതൊക്കെ ഒത്തിരി പറയാനുണ്ട്. കൃഷി യഥാസ്ഥാനത്തായെന്ന്. വിഷമഞ്ഞും വെങ്കതിരും ഊഷരഭൂമിയായി ശപിക്കപ്പെട്ട് മഴ കൊടുക്കാത്ത, ഞാൻ വായിച്ചത് 1948 മെയ് 14 രാത്രിയിൽ 2000-ലധികം വർഷങ്ങൾക്ക് ശേഷം അന്ന് മഴ പെയ്തു. ദൈവത്തിന്റെ കാര്യം കർത്താവ് ചരിത്രത്തിൽ ഇടപെടുവോ? അവന്റെ കൃഷി കാണാനായിട്ട് ആരൊക്കെയാ പോകുന്നതെന്നറിയാമോ? നിങ്ങളല്ലേ ഇസ്രായേലിൽ പോയ ഒത്തിരി പേരുണ്ടല്ലോ. ചാവുകടലിന്റെ അവിടെ നമ്മൾ റബ്ബർ വെക്കുന്നത് പോലെ ഈന്തപ്പന വെച്ചേക്കുന്നേ. എന്നിട്ട് അവിടുത്തെ ആ ഈന്തപ്പഴം ഒരു ലോകത്തിലെ ഒരുത്തൻ നോക്കിയിട്ടും 5 ഒരു വലിയ 1, 2, 3 ഇഞ്ച് വരെ വലിപ്പമുള്ള ഈന്തപ്പഴം, $1.3 മില്യൺ പച്ചക്കറിയാ കയറ്റി വിടുന്നേ. 365 മൈൽ നീളവും 135 മൈൽ വീതിയുമുള്ള കേരളത്തിന്റെ 3/4 വരുന്ന ഒരു രാജ്യം. ഇവിടെ ഒരു ദിവസം പാണ്ടിന്ന് ലോറി വന്നില്ലേ സാമ്പാർ വെക്കത്തില്ല, അവിയൽ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. എന്നാൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റിയ കാലം ഉണ്ടല്ലോ. 1.3 ബില്യൺ യൂറോപ്പിലെയും ഗൾഫിലെയും എല്ലാ തീൻമേശയിലും അവരുടെ പഴവും ജാഫ്ന ഓറഞ്ച്, അവരുടെ മുന്തിരി, തെറൂഷ്, മേത്തരമായ മുന്തിരി ചാറ്, ഇതെല്ലാം കയറ്റി അയക്കുവോ? അടുത്തത് അതൊക്കെ ഒത്തിരി പറയണ്ട, വാക്യം എടുക്കണം, അതൊക്കെ പോട്ടെ. സൈന്യം നിങ്ങൾ കണ്ടല്ലോ. ഇവിടുന്ന് 200 മിസൈൽ അങ്ങോട്ട് വിട്ടു, അനങ്ങിയില്ല. പിറ്റേ ദിവസമോ 2 ദിവസം കഴിഞ്ഞ് 150 പോർ വിമാനം. ഒരു പോർ വിമാനം ഇതുവഴി പോയി കഴിഞ്ഞാൽ പന്തലും കാണത്തില്ല, പരിസരവും കാണത്തില്ല. ഇറാനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച എന്താണെന്നറിയാമോ? അതിൽ ഭൂരിഭാഗവും പൈലറ്റുമാർ സ്ത്രീകളായിരുന്നു. 10 ലക്ഷം പേരെ ഒറ്റ മണിക്കൂർ കൊണ്ട് അണിനിരത്തത്തക്ക സൈന്യ വ്യൂഹമാണ് അവരുടെ കയ്യിലുള്ളത്. രാജ്യം യഥാസ്ഥാനപ്പെട്ടോ, കൃഷി യഥാസ്ഥാനപ്പെട്ടോ, സൈന്യം യഥാസ്ഥാനപ്പെട്ടോ, അവരുടെ ദേശത്ത് മഴ പെയ്തു. ഇനിയുണ്ട് അവരുടെ ജീവിത സ്റ്റൈലുകൾ കണ്ടിട്ടുണ്ടല്ലോ. AI ഇവിടെ എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് AI. നിങ്ങൾ ഇസ്രായേലിൽ പോയല്ലോ, യെരുശലേമിലെ എമിഗ്രേഷന്റെ അവിടെ കൂടെ ചെന്നപ്പം വണ്ടിയെ വെച്ച് ഗൈഡ് പറഞ്ഞു, ഓർക്കുന്നോ? അയ്യോ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വരെ മനസ്സിലിരിക്കുന്ന കാര്യം അവിടുത്തെ കമ്പ്യൂട്ടറെ വരും, ബോഡി ലാംഗ്വേജ് വരും, അതുകൊണ്ട് സൂക്ഷിക്കണം,
സൂക്ഷിക്കണം. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തവർ. ഇനി എന്തോ യഥാസ്ഥാനപ്പെടാനുള്ളത്? മുഴുവൻ യഥാസ്ഥാനപ്പെട്ടു. ഇനിയും പിന്നെന്താ കർത്താവ് വരാത്ത എന്താണെന്നറിയാമോ? ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പരിഹാസികൾ, ചില പരിഹാസികൾ ഈ ആലയത്തിൽ ദൈവം മുന്നറിഞ്ഞ അനാദിയിലെ മുന്നറിവിൽ വിളിച്ച ചിലരെ ആരൊക്കെ എന്ന് സ്വർഗത്തിന് അറിയാം. വീഴ്ചയില്ലാത്ത ഒരു മണവാട്ടി അതിൽ ആരൊക്കെ ഉണ്ടെന്ന്, സഭയാലയത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് സ്വർഗം അറിയുന്നു. അവസാനത്തെ കല്ലൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കാലത്ത് തന്നെ വരും നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം യഥാസ്ഥാനപ്പെട്ടില്ലേ? ഒരു 25 വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ, സമയമായി പറഞ്ഞേക്കണേ, അമേരിക്കയിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന ഗ്രാൻഡ് പാപ്പേ, മലയാളം ഗ്രാൻഡ് പാപ്പി മറന്നുപോയി, ബോർഡ് വായിക്കാൻ അറിയത്തില്ല. അങ്ങനാണെങ്കിൽ വർഷങ്ങളായി കേരളത്തിലും, വർഷങ്ങളല്ല, സഹസ്രാബ്ദങ്ങൾ കേരളത്തിലും റഷ്യയിലും ഓസ്ട്രേലിയയിലും പറഞ്ഞ് അവിടെ ആരുമില്ലാതെ ലിഡിയ പുറങ്ങിയ ഭാഷകൾ സംസാരിക്കുന്ന ലിഡീഷ് യഹൂദി ബിൻ യാക്കൂബ് എന്ന് പറയുന്ന ഒരാള് ഈ ഭാഷ 2 തരത്തിലുണ്ട്. ഡെഡ് ലാംഗ്വേജ് ആൻഡ് ലിവിങ് ലാംഗ്വേജ്. ഡെഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മൃതഭാഷ. ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് മൃതഭാഷയിലാണ്. ഒന്നിൽ ഗ്രീക്ക്, കൊയിനെ ഗ്രീക്ക്, അടുത്തത് ഹീബ്രു ഓർ ലാറ്റിൻ. ഈ ഭാഷയിൽ ഒരു വാക്ക് എഴുതിയാൽ 2500 അല്ല 5000 കൊല്ലം വന്നാലും അതിന് മാറ്റമില്ല. മലയാളത്തിലാണേ ഭാഷ മാറുക ഇംഗ്ലീഷിലും. ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് വരെ അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു മലയാളത്തിൽ അർത്ഥം? നശിപ്പിക്കുക. ഇപ്പോഴോ തങ്കച്ചന്റെ മോൻ ബാംഗ്ലൂരിൽ അടിച്ച് പൊളിക്കുമല്ലയോ എന്ന് പറഞ്ഞാൽ എന്തുവാ? കണ്ടോ, അങ്ങനെ ഭാഷ മാറുന്ന ഒരു ലാംഗ്വേജിലായി ഇത് എഴുതിയിരുന്നെങ്കിൽ കാണുന്നവനെല്ലാം കൂടി ഇത് ഇന്റർപ്രറ്റ് ചെയ്യും. എന്തുവാ ഇന്റർപ്രറ്റ് ചെയ്യുന്നേ? ഒരു ഉപദേശി പണ്ട് പുള്ളിക്ക് പ്രസംഗിക്കണം, വലിയ പുള്ളി കൊടുക്കത്തില്ല. അപ്പോൾ ഒരു ദിവസം ഒരു കൊച്ചു വീട്ടു പ്രാർത്ഥനയ്ക്ക് കൊടുത്തു. പുള്ളി എടുത്ത വാക്യം കേൾക്കണോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിന് ഒരു ആദി അങ്ങ് കയറിയെന്ന്, പിന്നെ ഒന്നും നോക്കിയില്ല. ഈ ഭൂമി മലയാളം മുഴുവൻ സൃഷ്ടിച്ചെന്ന്. എങ്ങനെയുണ്ട് ഇന്റർപ്രിട്ടേഷൻ? ഇതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യും. എബ്രായ ഭാഷ ഒരു ഭാഷയും ഡെഡ് ലാംഗ്വേജ് ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എബ്രായ ഭാഷ ഒഴികെ ഒന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. നിങ്ങൾ ചെന്നാൽ കാണാം, അവിടെ എഴുതിയേക്കുന്നത് മുഴുവൻ എബ്രായ ഭാഷയില്ല. അവർ സംസാരിക്കുന്ന എബ്രായ ഭാഷയില്ല. ഭാഷ യഥാസ്ഥാനപ്പെട്ടില്ലേ? ഇവിടെ കൃഷി യഥാസ്ഥാനപ്പെട്ടില്ലേ? ഞാൻ UAE ജോലി ചെയ്ത ഒരാളാണ്. ബാങ്ക് ജോലി ചെയ്തൊന്നും പറയാൻ വന്നല്ല. ഒരു LC ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഞാൻ അറബ് ബാങ്കിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഒരു സാധനം മറ്റൊരിടത്തു നിന്ന് ബാങ്ക് മുഖാന്തരമാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം കാണിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇസ്രായേൽ ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ് എന്നായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, വർഷങ്ങൾ ഈ ചുറ്റുപാടും കിടന്ന മുസ്ലിം രാജ്യം മുഴുവൻ ഇസ്രായേലിനെതിരായിരുന്നു. എന്നാൽ ഇപ്പോഴോ 2020 ഒരു അബ്രഹാമിക് ട്രീറ്റ് UAE ദുബൈ വെച്ച് കൂടി
അതിനകത്ത് എന്തുവാ പറഞ്ഞിരിക്കുന്നത്? അന്യോന്യം എംബസി. അബുദാബിയിലുള്ള ഒരാൾക്ക് ഇസ്രയേലിൽ നിന്നുള്ള ഒരാളുടെ കിഡ്നി നടക്കുമല്ലോ. ഷിയാകളും സുന്നികളും ഉണ്ട്. സുന്നികൾ മിതവാദികളാ. ഖത്തർ, UAE, ജോർഡൻ ഇതുപോലുള്ളവരെല്ലാം ഇപ്പൊ ആരോട് ചങ്ങത്തം കൂടിയേക്കുവാ? ഇസ്രായേലിനോട്. അങ്ങനൊരു കാര്യം നടക്കുവോ? ബുക്കിൽ എഴുതിയിരിക്കുവോ? ഷെബെ ആരാ? നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഈ വിഷയം, കർത്താവിന്റെ മടങ്ങി വരും എന്നുള്ള വിഷയമുണ്ടല്ലോ, കാലിക പ്രസിദ്ധയുള്ള ഇത്. ഒരു വർഷം മുഴുവൻ നിങ്ങൾ സഭയിൽ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നടത്തണമെന്ന്. അപ്പോസ്തോലിക് ഡോക്ട്രിൻ പറയാത്ത സഭയിൽ വിശ്വാസി എങ്ങനെ വളരുന്നേ? ദാവീദ് 5 കല്ലെടുത്തെന്നൊക്കെ പറഞ്ഞ വിശ്വാസിക്ക് എന്നാ കല്ലെടുത്ത് അതിനേക്കാളും വലിയ കല്ല് ഞാൻ എടുക്കുമല്ലോ എന്നാ പറയാം. റോമാലേഖനം മുതൽ യൂദ വരെ. ഇവിടെ റോമാലേഖനത്തിന്റെ PT തോമസ് സാർ എഴുതിയ റോമാലേഖന വ്യാഖ്യാനം ബൈബിൾ സ്റ്റഡി പുറയിലുണ്ട്. 500 രൂപയാണ്. ഞാൻ ആ പാസ്റ്റർമാർക്കൊക്കെ കൊടുക്കുന്നത്. പോട്ടെ, അത് പോട്ടെ. എല്ലാം യഥാസ്ഥാനപ്പെട്ടു. ഇനി നമ്മുടെ ഒരുക്കം മാത്രം. പറഞ്ഞു ഞാൻ നിർത്തുവാ. എന്തോ ഒരുക്കം? എന്തിനായിട്ട് കാത്തിരിക്കുന്നു? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം കാത്തുള്ളിൽ ഞരങ്ങുന്നു. ഗ്രോണിങ്. എന്തുവാ ഞരക്കം? ഞരക്കോ? ആത്മാവ് ആദ്യമായിട്ട് ഒരുവന്റെ മേൽ വന്നാൽ ആത്മാവ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? പണ്ടൊക്കെ അറിയായിരുന്നു അന്യഭാഷ പറഞ്ഞ. ഇപ്പൊ ഒരു രക്ഷയില്ല. കാണുന്നവനെല്ലാം കയറി പറയുക. മൈക്കിനകത്തൂടെ പറയാനൊക്കെയാ പറയുന്നേ. അതെങ്ങനെ പറ്റുന്നേ? വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയുന്നവന്. മൈക്കിനകത്തൂടെ പറയുന്നവർ മിണ്ടരുതെന്ന്. വ്യാഖ്യാനം വേണം. ഇല്ലെങ്കിൽ കർത്താവുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. തെളിവ് തരാം. മൈക്കിനകത്തോട് അന്യഭാഷ പറയല്ല. എന്തിനെ? പോട്ടെ. ആത്മാവെന്ന ആദ്യദാനം. ആത്മാവ് ആദ്യം നമ്മുടെ ഉള്ളിൽ ആ ഏക മനുഷ്യനാൽ. 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട്. ഒരുവന്റെ മരണത്താൽ എല്ലാവരും മരിച്ചു. ഒരുവന്റെ ജീവനാൽ എല്ലാവരും ജീവിക്കുന്നു. ആത്മാവിലേക്ക് ആ ജീവൻ പകർന്ന് നമ്മളെ ജീവിപ്പിച്ച ആ നിത്യജീവൻ പകർന്ന ആത്മാവുള്ള ഒരാളെ കണ്ടാൽ അറിയാം. എങ്ങനാ? പുത്രത്വം കാത്തുള്ളിൽ ഞരങ്ങുന്നു. എപ്പോ പോകാനിടയാകും? എപ്പോൾ ഈ മണ്ണാങ്കട്ട വിട്ടിട്ട് പോകാനിടയാകും? എപ്പോൾ എനിക്ക് പോകാം? ഇങ്ങനെ പറഞ്ഞ് ദിവസം തോറും പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുന്ന. അടുത്തത് 5:20-21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കിക്കേ. God the Father the benefactor, God the Son the substitute, beneficiary. വിശ്വസിക്കുന്ന സഭ. ഇനിയും എന്താണ് ബെനിഫിറ്റ്? പെർഫെക്റ്റ് റൈച്ചസ്നെസ്. പുത്രന്റെ നീതി. ആ മുഴുവൻ നീതിയും നമ്മുടെ മേൽ. എന്നിട്ടും സ്തോത്രം ഇല്ലല്ലോ. പുത്രന്റെ നീതി മുഴുവൻ നമ്മുടെ മേൽ. We are the benefit. We are the beneficiary. ആ നീതി
എന്നെ പിതാവായ യാഹ്വേ കാണുന്നത് പുത്രന്റെ നീതീകരണമാണ്. എന്നിട്ട് ഗലാത്യ ലേഖനത്തിൽ പറയുക, വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ ഡബിൾ ഇംപുട്ടേഷൻ, കംപ്ലീറ്റ്ലി ജസ്റ്റിഫിക്കേഷൻ. അടുത്തത് രണ്ടാമത്തേത് കംപ്ലീറ്റ് പെർഫെക്റ്റ് റൈച്ചസ്നെസ്. ഇതാണ് ഒരുങ്ങുക എന്നതിന്റെ പൂർത്തീകരണം. ഒന്ന് എന്തിനാ കാത്തിരിക്കുന്നത്? ഒന്ന് പുത്രത്വം, 2 ആ നീതി ലഭിക്കും, 3 ആ കംപ്ലീറ്റ് പെർഫെക്റ്റ് റൈച്ചസ്നെസ്. രക്ഷിതാവായി എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ രക്ഷിച്ചു, അത് കൃപ. അടുത്ത സസ്റ്റൈനിങ് ഗ്രേസ്, നിലനിൽക്കുന്നത്. അടുത്തത് രക്ഷിതാവായി വരും, പൂർണ്ണമായി രക്ഷിക്കാൻ. അടുത്തത് പറഞ്ഞിരിക്കുക, അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. ദൂതന്മാർ അമ്പരക്കുക. എന്താണെന്നറിയാമോ? ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ആ മഹൽ സദസ്സിൽ ദൂതന്മാർക്ക് മനസ്സിലാകുന്നില്ല. ഓ കുഞ്ഞാടേ, അവിടുത്തെ രക്തത്തിന് ഇത്രമാത്രം വിലയുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഈ പാപികളായ, നരകവിധിക്ക് യോഗ്യരായ, സൗന്ദര്യമില്ലാത്ത കറുത്തവനെയും വെളുത്തവനെയും പാരലൈസ് ആയിട്ട് കടന്നവർക്കെല്ലാം ഈ പുത്രന്റെ സൗന്ദര്യം കൊടുത്ത് താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് ഒരുങ്ങാം. കൊളംബസ് എന്ന് പറയുന്ന ആളിനെ കേട്ടിട്ടുണ്ടല്ലോ? ഒരു മിനിറ്റ്. 1492 ഇറ്റാലിയൻ നാവിഗേറ്റർ സ്പെയിനിലെ രാജാവും രാജ്ഞിയുമാ അവരുടെ ചെലവ് വഹിച്ചത്. വലിയ ആഘോഷമായിരുന്നു. ബിയോണ്ട് നത്തിങ് എന്ന് പറയുന്നിടത്ത് ബിയോണ്ട് സംതിങ് എന്നുള്ള ആവേശത്തിൽ പോയി. ദൂരെ അറ്റ്ലാന്റിക്കൂടെ ദൂരം പിന്നിട്ടു. കുറെ പേര് തിരികെ പോന്നു. ലാസ്റ്റ് കുറെ പേര് ശേഷിച്ചു. അവരും കുറെ പേര് കടലിൽ ഒടുങ്ങി. അവസാനം കുറെ ആളുകൾ എങ്ങും കാണാതെ, കര കാണാതെ, ആഹാര സാധനം എല്ലാം തീർന്നു. അവര് പറഞ്ഞു, നാളെ രാത്രിയിൽ കൊളംബസിനോട് പറഞ്ഞു, നാളെ ഞങ്ങൾ കടലിൽ ചാടിച്ചാവും. രാത്രി മുഴുവൻ ഉത്കണ്ഠാകുലനായി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. അവര് പറഞ്ഞില്ല, ഇനി ഒരടി ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ കടലിൽ ചാടും. വെളുപ്പിനെ ഉദയസൂര്യൻ ഉദിക്കുന്ന കിഴക്കൻ ചക്രവാളത്തിൽ താൻ നോക്കുമ്പോൾ കുറെ പക്ഷികൾ പറന്നു പോകുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് താൻ നോക്കി ഉടനെ അതൊരു മൈഗ്രേറ്റിംഗ് ബേർഡ് അല്ല, ദേശാടനക്കിളി അല്ല, കരയിൽ നിന്നും വളരെ അടുത്തുള്ള പറക്കാൻ കഴിയുന്ന കിളികളാണ്. കൂട്ടുകാരെ വിളിച്ചു, കൂട്ടുകാരെ എഴുന്നേക്ക്, കണ്ടോ ഇത് അധികം ദൂരം പറക്കുന്ന കിളികളല്ല, ഇവിടെ അടുത്ത് കരയുണ്ട്, നിങ്ങൾ എഴുന്നേക്ക്. അവര് നോക്കി, ശരിയാ, ഒരു ദിക്കിലേക്ക് പോകുന്നു. പെട്ടെന്ന് താഴോട്ട് നോക്കിയത്, കടലിന്റെ ഓളങ്ങളിൽ കടൽ പുല്ലും പായലും. ഇത് കടലിൽ വളരുന്ന ചെടിയല്ല, കരസമീപമാ, കരയുടെ അടുത്തുള്ള ചെടിയാ. ഓളത്തിൽ കയറി വന്നതാ. അവർ ചാടി, അവരാഹ്ലാദം കൊണ്ട് ചാടി. അന്ന് വൈകുന്നതിന് മുമ്പേ ഒരു തീരത്തവരാണഞ്ഞു. അമേരിക്ക എന്ന സാമ്രാജ്യം. പ്രിയമുള്ളവരെ, ഡെസ്പറേറ്റ് ആകണ്ട. പ്രിയമുള്ളവരെ, വിഷമിക്കണ്ട. കര അടുത്തു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.